ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളം കാണും ഓമക്കായാണ് കേട്ടോ. ഓമക്കായും പയറും വൻപയറും വെച്ചിട്ടുള്ള ഉപ്പേരിക്കാണ്. അപ്പൊ ഓമക്കായ ഇന്നലെ ഞാൻ തലേദിവസം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ അതെടുത്ത് നോക്കിയപ്പോ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളൊരു സംശയം. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി കട്ട് ചെയ്തതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഓമക്കായും വൻപയറും തോരൻ വെക്കണം, മീൻകറി വെക്കണം, ദോശ ഉണ്ടാക്കണം, പട്ടാണി ഉണ്ടാക്കണം. ഇതെല്ലാം 9 മണിയാകുമ്പോഴേക്കും കഴിക്കണം. ചമ്മന്തി പൊടിക്കണം. ഇന്ന് ഇരുമ്പമ്പുളി ചമ്മന്തിയാണ് കേട്ടാ. വായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മുടെ പണികൾ ഓരോന്നായി സ്റ്റാർട്ട് ചെയ്യാണ്. പയറ് ഞാൻ വേവിച്ചിട്ടിട്ടുണ്ട്. പയറ് വേവിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓമക്കായ മിളകിട്ടിട്ട് അത് ഒന്ന് വെന്ത് വരുന്നതിന്റെ ശേഷം നമ്മുടെ പയറ് അലിക്കിട്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഓമക്കായ വേവിച്ചിട്ട് നമ്മൾ മുളകിടുമ്പോൾ അത്ര അങ്ങനെ ടേസ്റ്റ് ഇല്ല. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം അതിനെക്കാട്ടി ടേസ്റ്റ് എനിക്ക് രുചി തോന്നിയത് നമ്മളിങ്ങനെ ആദ്യം ഓമക്കായ മുളകിട്ടിട്ട് പിന്നെ പയറിടുമ്പോഴാണ് കേട്ടോ. പിന്നെ മീൻകറി, മത്തിക്കറി. ഇത് കുറെ ഉപ്പേരി കണ്ടപ്പോൾ അത് കടയിലേക്ക് ഞാൻ ഉണ്ടാ. വീട്ടിലേക്ക് നമ്മൾ ഇത്ര അധികം വെക്കില്ലല്ലോ. അതുപോലെ മീൻകറി ഉണ്ടാക്കണം. പിന്നെ മീൻ വറക്കം, മസാല തേച്ചിക്കണം. കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ പയറ് കുറച്ചുള്ളൂ. ഞാൻ ഇന്നലെ നേരത്തെ പണി തുടങ്ങണതല്ലേ. അപ്പൊ പാലും പാക്കറ്റൊക്കെ ഒരു എക്സ്ട്രാ പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെ ദേവൂട്ടി അതൊക്കെ എടുത്തിട്ട് എന്താ ഡാൽഗോണ കോഫി എന്തൊക്കെയോ കോഫി ഉണ്ടാക്കി കുടിച്ചു കൊടുക്കണം. കറിവേപ്പില എടുക്കാൻ പോയതാ. അതെടുത്ത് വരുമ്പോഴേക്കും എൻ്റെ ഉള്ളി കൊണ്ട് കയ്യേറായി. മിളക് മൂത്തപ്പ തുമ്പലും ചുമയും. ഇന്നലെ ദേവൂട്ടിയുടെ കൈ പൊള്ളിച്ചോന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അവൾക്ക് ഒരു ചെറിയൊരു ചൂട് മതി, അതവൾക്ക് വലുതാ. അതേപോലെ ചെറിയൊരു വേദന മതി, അതന്നെ മതി 4 ദിവസത്തിന് ദേവൂട്ടിക്ക് എന്തെങ്കിലും കിട്ടാൻ. കൈയൊന്നും പൊള്ളിയില്ല കേട്ടോ ഫ്രണ്ട്സ്. കൈയൊന്നും പൊള്ളിപ്പിച്ചില്ല ഫ്രണ്ട്സ്. എല്ലാം കൂടി ഇട്ടാലേ എനിക്ക് അളക്കാൻ പറ്റില്ല. മറ്റേ അടുപ്പത്ത് പട്ടാണിക്ക് വയ്ക്കാം, ഒരടപ്പത്ത് ചായ ഉണ്ടാക്കാം. പാലും പാക്കറ്റ് എവിടെ വെച്ച്? ദേവട്ടിക്ക് ചായ വേണ്ട, ദേവട്ടിക്ക് കട്ടൻ ചായ മതി. ഇനി
പാല് തിളച്ചിട്ട് ചമ്മന്തിക്ക് നാളികേരം ചിരയണം. നാളികേരം ചിരകി കഴിഞ്ഞാൽ ചമ്മന്തി അരയ്ക്കണം. നാളികേരം ചിരകുമ്പോൾ ചമ്മന്തിക്കുള്ളതും മീൻകറിക്കുള്ളതും ചിരയണം. പിന്നെ അടുത്തത് അതിൻ്റെ പണിയാണ്. ഞാൻ ഈ ചമ്മന്തിക്കുള്ള നാളികേരം പാല് തിളക്കണതിൻ്റെ ഉള്ളിൽ ചിരകിയിട്ടാ. ഇനി ചമ്മന്തിയും കൂടെ വേഗം അരയ്ക്കാം. എന്താ നാളികേരം ചിരകി വെച്ചു. പാല് തിളക്കിണ്ടോ നോക്കിയിട്ട് നമ്മൾ നാളികേരം ചിരകി വെച്ചു. അപ്പൊ നമ്മുടെ ഓമക്കായ ഏതാണ്ട് വേവാറായിട്ട് ഇനി അതിലേക്ക് ഈ ഉണക്കപ്പയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി കിടന്ന് ഒന്നും കൂടി ഒന്ന് ഇതായി വരട്ടെ. ഇനി നമ്മുടെ ചമ്മന്തി എന്താ പറയാ, എപ്പോഴും നമ്മൾ അരയ്ക്കണ മാതിരി തന്നെ അതിൽ ഇരുമ്പമ്പുളി, പുളിക്ക് ഇരുമ്പമ്പുളി ഇടുന്നുണ്ടെന്ന് മാത്രം. നമ്മൾ മാങ്ങ ചമ്മന്തി ഒക്കെ അരയ്ക്കില്ലേ, മാങ്ങ ചമ്മന്തിക്ക് നമ്മൾ നാളികേരത്തിൽ മാങ്ങ ഇട്ടിട്ട് അരയ്ക്കും. അതേമാതിരി ഇത് ഇരുമ്പമ്പുളി ഇട്ടാ. ഇരുമ്പമ്പുളി ചമ്മന്തി അരച്ചവരുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാട്ടാ. പുളി തേങ്ങ നിറഞ്ഞതിന്റെ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കണുള്ള പുളി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ പ്രാവശ്യം പുളി ഉണ്ടായിട്ടില്ല കേട്ടാ. ഇരുമ്പുളി ഉണ്ടായിട്ടേ ഇല്ല. ഈ സമയം പൂത്തയില്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പൂത്തു, നന്നായിട്ടുണ്ടാവും ചെയ്തു. പ്രാവശ്യം ആവശ്യമുള്ള സമയത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ മാതിരിയായിട്ടാ. അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ കുറച്ച് അരഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇനി ഇതിലേക്ക് നമ്മള് പുളി ഇട്ട് കൊടുക്കാണ്. പുളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയുടെയും ജാറിൻ്റെ ഒക്കെ കൂടെ കൊണ്ട് ചിലപ്പോ തിരിയുമ്പോ കഷ്ണമായിട്ട് തന്നെ കെടുക്കുക. അപ്പൊ മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പുളി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പുളി കൂടണ്ട. അപ്പൊ നമ്മുടെ ചമ്മന്തി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഇരുമ്പമ്പുളിയില് പുളി ഒന്ന് കുറച്ച് ചമ്മന്തിയിൽ മുന്തി നിൽക്കുമ്പോഴാണ് നമുക്ക് ചോറിന് തിന്നാൻ നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇരുമ്പമ്പുളി ചമ്മന്തി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇരുമ്പമ്പുളിയും തേങ്ങ ഇല്ലാണ്ട് നമ്മൾ ചെയ്യും. അത് വേറൊരു ദിവസം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടാ. സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാനേ മീൻകറിയുടെ പണിയും ദേവൂട്ടിന്ന് ദോശയും ഗ്രീൻ പീസാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇനി അതും കൂടെ ഒന്ന് റെഡിയാക്കാണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടടപ്പത്ത് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞിട്ടാ. അപ്പൊ ഞാൻ അത് ചെയ്തിട്ട് വരാം. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പൊ ഞാൻ മീൻകറിക്ക് കുറച്ച് ഇരുമ്പമ്പുളി ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ മീനിക്ക് അത് ഇട്ട് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആവുമല്ലോ. ഇരുമ്പമ്പുളിയൊക്കെ ആൾക്കാർക്ക് പ്രിയല്ലേ. മോട്ടർ നിറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ്, എൻ്റെ മീൻകറി ഇതടപ്പത്തേക്ക് ആയിട്ടുണ്ട്. അടുത്തത് ഇതാ ഗ്രീൻ പീസ് ഇവിടെ ആയിട്ടാ. ഇറക്കിയിട്ട് ദേവപ്പിക്ക് ദോശ ചുടാൻ പോവാ. ദോശ കമ്പി അവിടെ വെച്ചു. ഒരു കമ്പി ഉണ്ട്, ഞാനുണ്ട്. ഈ പിടിക്കണ കമ്പി ഏത് നേരെ തപ്പി നടക്കലായിട്ട് എനിക്ക് പണി. ഇപ്പൊ തന്നെ കണ്ടതാണല്ലോടെ. ഓർമ്മയില്ല താഴെ വീണത് എനിക്ക്. ഞാൻ എന്നിട്ട് ഇവിടെയൊക്കെ തപ്പ്. ദേവൂട്ടിക്ക് ദോശയ്ക്ക് കേട്ടാ. ദോശ തിന്നാനും ദോശ തന്നെ, കൊണ്ടുപോകാനും ദോശ തന്നെ. അവൾക്ക് ചമ്മന്തി ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടാ കൊണ്ടുപോകാൻ. സൂപ്പറായിട്ട് ചോറുണ്ണ. പക്ഷെ അവൾക്ക് വേണ്ട, ചോറേ വേണ്ട. അമ്മ രാവിലെ എന്താണോ അത് മാത്രം ആക്കിയാൽ മതി എന്നാ പറഞ്ഞുള്ളത്. ദേവട്ടിക്ക് കുട്ടി കുട്ടി ദോശ വേണം. ആദ്യത്തെ ദോശ ഭംഗി ഉണ്ടാവില്ല കേട്ടാ. രണ്ടാമത്തെ ദോശ ഭംഗിയിൽ
ഇതിൻ്റെ രണ്ടാമത്തെ ദോശയാണ് കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം ദേവുനെ മൂടി കെട്ടി കൊടുക്കാൻ. ദേവുന് 2 ദോശ മതിയാ? കുഞ്ഞു ദോശകളാണ്, ഒരെണ്ണം കൂടി ഇട്ടാമ്മ. 2 തന്നെ ധാരാളം. അപ്പൊ ഫ്രണ്ട്സ് ദേവട്ടി പോയിട്ടാ ചടപ്പട കഴിച്ചിട്ടായിരുന്നു വണ്ടി വന്നത് ഓടിയതൊക്കെ. അപ്പൊ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. എൻ്റെ മീൻകറി ഇത് അവിടെ തിളച്ചൊടുങ്ങി വറ്റി കഴിഞ്ഞ ഒന്ന് ഉള്ളി കാച്ചണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇട്ടാ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.